ഈ ഭാഗവതം എന്ന് പറയുന്നത് എല്ലാവർക്കും രുചിക്കുന്നതാണ്. എനിക്ക് 4 വയസ്സ് വരെ എൻ്റെ അച്ഛനമ്മമാരോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഗുരുവായൂരുള്ള സമയമൊക്കെ. ഒരു 17-18 വയസ്സാകുമ്പോൾ സിനിമയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അവിടെ പോകണമെന്നൊരു മോഹം പിന്നീട് എനിക്കങ്ങനെ ഉദിക്കാനുണ്ടായി. അങ്ങനെയാണ് ഇന്നും എന്നും പറയുന്ന ഒരു സിനിമാ പാട്ട് പോലെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും അത് ഉള്ളിലിട്ടുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമസ്കാരം. ഭാഗവതത്തെ അറിയാനും ഭാഗവത മാഹാത്മ്യം സമൂഹത്തിലേക്ക് എത്തിക്കുവാനുമായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ശ്രീ റാഫി ജെ ചാഴൂർ. അനേകം ടെലിവിഷൻ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഭാഗവതത്തെ ഇന്നും അദ്ദേഹം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. തൻ്റെ ഏത് പ്രതിസന്ധിയിലും ഗുരുവായൂരപ്പനെയും ഭാഗവതത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ശ്രീ റാഫി സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം സാർ. നമസ്കാരം. സ്വാഗതം. അങ്ങയുടെ ഒരു ചെറുപ്പകാലമൊക്കെ എങ്ങനെയായിരുന്നു? വീട്, വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കുരിയേച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ധാരാളം ക്രിസ്ത്യാനികൾ മാത്രം അന്നും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 4 വയസ്സായപ്പോൾ എന്നെ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ, എനിക്ക് തോന്നുന്നത് പോപ്പ് ജോൺ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്, അവിടെ എന്നെ ചേർത്തി 1ാം ക്ലാസ്സിൽ. എനിക്ക് ആ സ്കൂളിനോട് എന്തോ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്തായിരിക്കും അതെന്നുള്ളത് ആ ചെറുപ്പം എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ചെറുപ്പത്തിലെ കുട്ടികൾ പരമാനന്ദം അനുഭവിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഉത്കണ്ഠകളില്ലാത്തൊരു കാലമാണതൊക്കെ. ബാല്യകാലം ആരുടെയും അങ്ങനെയാണ്. വളരെ ഉത്കണ്ഠകളൊന്നുമില്ലാതെ പരമാനന്ദം അനുഭവിക്കുന്ന ആ കുട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഏതായാലും എൻ്റെ അമ്മ വീട്ടിലേക്ക്, അത് തൃശ്ശൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയുള്ള അരണാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ തരകൻസ് ഹൈസ്കൂളിലാണ് ഞാൻ പിന്നീട് ചേർന്നത്. അതൊരു ഹൈസ്കൂളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവിടെ തരകൻസ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ്റെ ഫൈനാൻസ് മാനേജർ താമസിച്ച ആ വീടിൻ്റെ നേരെ മുമ്പിൽ, ആ ഫൈനാൻസ് മാനേജറുടെ പേരും ഹൗസ് നെയിമും തരകൻ തന്നെയാണ്. അവരുടെ പേരിലുള്ള ഒരു സ്കൂളിലാണ് ഞാൻ അവിടെ പോയത്. ആ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കാർഷികപരമായിട്ടുള്ള ഏരിയയാണ്, കോൾപ്പാടങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഒരു പട്ടണം പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ വയലുകൾ കണ്ട് നടക്കലും അതിന് നടുക്കിലുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് അങ്ങനെ വലിയ പൂജയും കാര്യങ്ങളൊന്നുമില്ല, വളരെ ദരിദ്രമായൊരു പൂജാരിയും. അപ്പോൾ ആ പൂജാരിയായിട്ടുള്ള ഒരു ഇടപാടുകളും ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൂടാണ്. ഈ ക്ഷേത്രം ഇപ്പോൾ വലിയ ഫേമസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരത്തിലെ ഒരു ടീമാണത്. അന്നത്തെ ഒരു കാലഘട്ടം, ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരു 10-50 വർഷം മുമ്പ് നടന്ന, അല്ലെങ്കിൽ 55 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. അന്ന് അത്രയും അങ്ങനെ ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ എനിക്ക് 4 വയസ്സ് വരെ എൻ്റെ അച്ഛനമ്മമാരോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ 1ാം ക്ലാസ് മുതൽ എൻ്റെ അമ്മയുടെ ഫാദറിൻ്റെ കൂടെ, എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എത്തുമ്പോൾ 4ാം ക്ലാസ്സൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ നാടകപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ എഴുതുക, ഉപന്യാസങ്ങൾ പറയുക, അല്ലെങ്കിൽ ലളിതഗാനത്തിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകൾ എനിക്കുണ്ടായിരുന്നു. അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നൊന്നും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ പരമാനന്ദം ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഈ അരണാട്ടുകരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പാടശേഖരത്തിൽ നിന്ന് കുറച്ച് നീങ്ങിയാലാണ് പിന്നെ ഡോക്ടർ ജോൺ മത്തായിയുടെ ബംഗ്ലാവ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ അത്ര വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലല്ലാത്ത ആളുകളൊക്കെ താമസിക്കുന്നതിനടുത്ത് ഒരു വലിയ ഏരിയയിൽ മുഴുവൻ ഒരു ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് അത് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിറച്ച് വവ്വാലും പ്രാവും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന, കെട്ടുപണഞ്ഞ് നിൽക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ എൻ്റെ ഒരു ബാല്യകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലവഴിച്ചത്.
അപ്പോൾ ആ ഒരു സമയത്താണോ സാറിൽ ഒരു സിനിമയുടെ മോഹമൊക്കെ വരുന്നതും ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായൊരു സാഹചര്യത്തെക്കുറിച്ച് പറയാം? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോൺ മത്തായി സെൻറ്റർ പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഈ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഏറ്റവും നല്ല പ്രതാപകാലം ഏതാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അതായിരിക്കും. അപ്പോൾ അവിടെ എനിക്ക് എത്ര ആളുകളാണ് വന്ന് ചേർന്നതെന്ന് എനിക്കറിയില്ല, ഒരു 10-50 കൂടുതൽ സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു ശ്യാമ പ്രസാദ്, അതുപോലെ മുകേഷിൻ്റെ സഹോദരി സന്ധ്യ, കെ കൊടുങ്ങല്ലൂരിൻ്റെ മകൻ ദിലീപ്, അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയിലൊന്നും വരുന്നില്ല. അങ്ങനെ കുറേ ആളുകൾ അവിടെ വിദ്യാർത്ഥികളായിട്ട് വന്നൊരു കാലഘട്ടം. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഈ നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജില്ലാ തലത്തിലൊക്കെ നാടകങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഇവിടെ നിന്നുള്ള ആളുകളാണ് നമ്മളെ നാടകം പഠിപ്പിക്കാൻ വരിക. അപ്പോൾ പിന്നെ നമ്മൾ ആ ബംഗ്ലാവ് നോക്കി നിന്നാണ്, ആ ബംഗ്ലാവ് ഇപ്പോൾ വളരെ ഭംഗിയായി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാവുന്നൊരു കാലഘട്ടമായി. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഫസർ ജി ശങ്കരപ്പിള്ളയാണ്. ഈ ശങ്കരപ്പിള്ള സാറ് അങ്ങനെ കാറിലോ അങ്ങനെയൊക്കെ വരുന്ന ഒരാളല്ല, ഒരു വളരെ നിശബ്ദനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു 3/4 കിലോമീറ്റർ അകലെ നിന്ന് ബസ് ഇറങ്ങി നടന്നു വന്ന് ഈ വയലിൻ്റെ അതിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വളരെ താല്പര്യത്തോടെ നോക്കുന്നതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു പുഞ്ചിരി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളാണല്ലോ നമ്മളെ പഠിപ്പിക്കാനൊക്കെ വരുന്ന നാടകം സ്കൂൾ തലത്തിൽ. അങ്ങനെയാണ് ആ ഒരു കാലഘട്ടം നമ്മൾ കവർ ചെയ്ത് പോയത്. എനിക്കും നാടകങ്ങളിലൊക്കെ നല്ലപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നാടകം അത് അവിടെ പുറത്തൊക്കെ അനൗൺസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുറമേയുള്ളവർക്ക് പോയിട്ട് ആ നാടകം കാണാം. അപ്പോൾ അതുവരെ നമ്മൾ നാടകം എന്ന് പറയുന്നത് പള്ളികളിലൊക്കെ കാണുന്നത് സ്റ്റേജും കർട്ടനൊക്കെ വെച്ചിട്ടുള്ള നാടകം, അല്ലെങ്കിൽ ഇത് ഗ്രാമമാകുമ്പോൾ അവിടെ ഈ സൈക്കിൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീം വരുമല്ലോ, തറയിലിരുന്ന് അവരും ചില ഹാസ്യ നാടകങ്ങളൊക്കെ ഉപജീവനത്തിന് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള നാടക സങ്കല്പങ്ങൾ. സ്കൂൾ ഓഫ് ഡ്രാമയിലെ കറുത്ത ദൈവത്തെ തേടി എന്നുള്ളൊരു നാടകമാണ് ഞാൻ കാണാൻ പോയത്. അപ്പം നമ്മളിതുപോലൊന്നും വിചാരിക്കാത്ത പോലെ ഒരു മൺകൂമ്പാരുണ്ടാക്കിയിരിക്കുകയാണ്. അത് രാജാവിൻ്റെ സിംഹാസനമാണെന്നാണ് തോന്നണേ, എനിക്ക് അത്രയും കൂടെ ഓർമ്മയില്ലാകെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ഈ നാടകത്തിൽ നമ്മുടെ ഒറിജിനൽ കാളവണ്ടി, കാള എല്ലാം ഉണ്ട്. അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം വേണം ഈ നാടകം കളിക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു എക്സിബിഷൻ കാണുന്ന പോലെയാണ് ഈ നാടകം കാണുക. നാടകത്തിൻ്റെ അവസാനം രാജാവ് ഭിക്ഷക്കാരനായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ നാടകം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ആ കഥാപാത്രം അവിടെ ഭിക്ഷക്കാരനായിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടപ്പോഴേ നമ്മുടെ ഉള്ളിലൊരു മോഹങ്ങൾ കുതിച്ചു. പിന്നെ അവിടെ പഠിക്കുന്ന ആളുടെ പേര് വിന്ധ്യൻ എന്നാണ്. അദ്ദേഹം വൺ ഓഫ് ദ പാർട്ട്ണറായിരുന്നു ശാലിനി, എൻ്റെ കൂട്ടുകാരി, ആ സിനിമയുടെ. അപ്പോൾ ഇദ്ദേഹമായിട്ടുള്ളൊരു അടുപ്പം നമ്മൾ സിനിമയുടെ ഒരു ടോണിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം നിർമ്മിച്ച പടമാണ് ഒരു സ്വകാര്യം, ഒടുവിൽ കിട്ടിയ വാർത്ത. ഈ ഒരു കാലഘട്ടമൊക്കെ എൻ്റെ ആ ഒരു SSLC പീരീഡിലേക്കൊക്കെ ഞാൻ എത്തി. അപ്പോഴൊക്കെ അതുമായിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുള്ള ഒരു ബന്ധങ്ങളും അതുപോലെ വേണുനാഗോളിയോടുള്ളൊരു അടുപ്പവും ഒക്കെ ഉണ്ടായി. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് സാറ് കടന്നു വരികയാണ്. ആത്മീയമായിട്ട് കൂടെ ഒരു വഴിത്തിരിവായിട്ട് സിനിമ പിന്നീട് സാറിൻ്റെ ജീവിതത്തിൽ മാറുകയായിരുന്നല്ലോ. ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ആത്മീയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തന്നെയായിരുന്നു അതിന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 17-18 വയസ്സാകുമ്പോഴേക്കും സിനിമയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെല്ലാം അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നും അവർ സൂപ്പർ സ്റ്റാറുകളാണ്, അവരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഈ എല്ലാ പടങ്ങളും ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു 100 ദിവസം അല്ലെങ്കിൽ അതിന് താഴെ ഓടുന്ന സിനിമകളാണ്. അപ്പം നമുക്ക് തന്നെ അഭിമാനം തോന്നുമല്ലോ, നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമ ഇത്രയധികം സഹകരിച്ചുകൊണ്ട് നമ്മൾ ഡയറക്ടറൊന്നുമല്ല, അങ്ങനെ നമ്മൾ തോന്നുമല്ലോ. ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ ഒരു ആർട്ട് ഫിലിം വർക്ക് ചെയ്യാനായിട്ട്, സംവിധാനമല്ല, അതിനോട് സഹകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ സിനിമകളും മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ സിനിമയിലേക്ക് പോയി. ആ സിനിമയുടെ പേര് ഉപ്പ് എന്നായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ ഗുരുവായൂർ KTDCയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ KTDCയിൽ 2 ഫ്ലോറിൽ, ഒരു ഫ്ലോറിൽ ഉപ്പിൻ്റെ ടീം, ഇതിൽ മുഴുവൻ പുതിയ ആളുകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പവിത്രേട്ടനാണ് ഡയറക്ടർ, മധു അമ്പാട്ടാണ് ക്യാമറമാൻ. അങ്ങനെ അല്ലാതെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മൾ മീഡിയ എന്നുള്ളൂ. ബാക്കി ഇത് ഈ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത ഫ്ലോറിൽ
ദിം തരികടതോം എന്ന് പറഞ്ഞൊരു സിനിമ പ്രിയദർശൻ സാറിൻ്റെ. അപ്പോൾ അതിൽ ജഗതി ശ്രീകുമാർ സാറുണ്ട്. ഒരു മണ്ഡലകാലമാണ് ആ സമയം. അപ്പോൾ അദ്ദേഹം മാലയിട്ടിട്ടിരിക്കുന്ന ഒരു കാലം. എനിക്ക് അത്ര വലിയ പരിചയം അദ്ദേഹത്തോടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കണേ ഞാനും വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം പുലർച്ചെ എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് ഗുരുവായൂർ അമ്പലം വരെ വരാൻ പറ്റുമോ വെച്ചു. അപ്പോൾ നമ്മളും ചെറുപ്പല്ലേ, ജഗതിയേട്ടൻ്റെ കൂടെയൊക്കെ അത്രയും ദൂരം പോകാമെന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ മഞ്ജുലാലിൻ്റെ അവിടെ തൊട്ടടുത്താണ് ഈ KTDC. അവിടുന്ന് മഞ്ജുലാലിൽ നിന്ന് നേരെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള നടത്തം ഇദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനൊരു നേരത്തെ പറഞ്ഞ പോലെ പരമാനന്ദമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹം അവിടെ പോയിട്ട് തൊഴുതിട്ട് പെട്ടെന്നൊന്നും വന്നില്ല. 5:30 വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു നാളെ മുതൽ ഞാനില്ല, കാരണം വെച്ചാൽ ഡയറക്ടർ അന്വേഷിക്കുമ്പോൾ നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ആ മൂർത്തി ഉണ്ടല്ലോ ഭയങ്കര പവർഫുള്ളാണ്, അദ്ദേഹത്തോട് നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നു അത് ചെയ്തു തരാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെയുള്ള സമയം മുഴുവൻ അവിടെ വിനിയോഗിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ആ കാലഘട്ടത്തിലൊരു വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് സാമ്പത്തിക പരാജയം നേടാൻ പോകുന്നൊരു സിനിമയാണ്. അതിന് എത്ര ലക്ഷമാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ 7 തോന്നുന്നു. ആ 7 ലക്ഷവും നഷ്ടപ്പെടുന്നതാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ 7 ലക്ഷത്തിൽ നിന്നാണല്ലോ ഞാനൊരു ഷെയർ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു നഷ്ടപ്പെടലുകൾ എനിക്ക് വളരെ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നാളെ മുതൽ ഈ മൂർത്തിയോടൊന്ന് പറയാം, ഒന്ന് നേടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഗുരുവായൂരുള്ള സമയമൊക്കെ. അന്നൊക്കെ എനിക്കൊരു ഫീലിങ്സ് നേരത്തെ പറഞ്ഞ പോലെ പരമാനന്ദം കൂടുക ചെയ്തിരുന്നത്. പിന്നീട് ആ സിനിമ ദേശീയ അവാർഡ് മേടിക്കുകയും സംസ്ഥാന അവാർഡ് മേടിക്കുകയും ഈ 7 ലക്ഷത്തേക്കാൾ കൂടുതൽ എമൗണ്ട് ആ പ്രൊഡ്യൂസർക്ക് വന്നു ചേരുകയും ചെയ്തു. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമല്ല കേട്ടോ, ആയിരിക്കാം. പക്ഷേ അത് ആ സംവിധായകൻ്റെയൊക്കെ ആ മേന്മയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ മൂർത്തിയോടുള്ളൊരു കടപ്പാട് വളരെ സന്തോഷമായി തോന്നി. അദ്ദേഹം ഞാനിങ്ങനെ ഒരു കൊച്ചു പയ്യൻ ഒരു ദീപസ്തംഭത്തിൻ്റെ മുമ്പിൽ നിന്ന് എനിക്കൊരിക്കലും അമ്പലത്തിൽ കയറാൻ എൻ്റെ ജാതി അനുവദനീയമല്ലല്ലോ പറഞ്ഞപ്പോഴും അദ്ദേഹം അത് സ്വീകരിച്ചല്ലോ. അപ്പോൾ ഇദ്ദേഹം നിസ്സാരക്കാരനല്ല. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അവിടെ പോകണമെന്നൊരു മോഹം പിന്നീട് എനിക്കങ്ങനെ ഉദിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഇന്നും എന്നും പറയുന്ന ഒരു സിനിമാ പാട്ട് പോലെ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്നാൽ അത് ഉള്ളിലിട്ടുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ സാറിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് അവിടെ തൊട്ട് കൂടെയുണ്ട്. അപ്പോൾ പിന്നീട് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് സാറിൻ്റെ ജീവിതവും അതിൻ്റെ ഒരു പ്രചാരത്തിലേക്ക് വരികയാണ്, ദൂരദർശനിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ കാഴ്ചയുടെ സംസ്കാരത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ് ദൂരദർശൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ അവസരങ്ങൾ അതൊക്കെ സാർ എങ്ങനെയാണ് വിനിയോഗിച്ചത്? അവിടുന്ന് കിട്ടിയ ഒരു പരിചയങ്ങൾ അതൊക്കെ സാറിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ദൂരദർശൻ ആ കാലഘട്ടത്തിൽ തുടങ്ങിയൊരു പീരീഡാണ്. തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു 5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമുക്കും അതിനകത്ത് ഈ സിനിമ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാലഘട്ടം. അവിടെ റോയൽറ്റി പ്രോഗ്രാംസ് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് പോയത്. ധാരാളം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു. ആ കാലഘട്ടം ശരിക്കും വർണ്ണിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ അത് ഞാൻ ആദ്യമായിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാളല്ല, അതിൻ്റെ ഷൂട്ടിങ് മൈലാപ്പൂരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന ആളാണ് ജോർജ് കുളങ്ങര സാറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഈ വർക്ക് അന്നൊക്കെ സ്പോൺസേർഡ് അല്ലേ, സ്പോൺസേർഡ് പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ എന്നെ വന്ന് കാണണമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞിരുന്നു. അപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായിട്ടോ. അതിൻ്റെ ഭാഗം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ദൂരദർശൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ MS രുക്മണി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് എന്താ പറയുക ഡോക്യുമെൻ്ററികളുടെ തന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പോകുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഗുരുവായൂർ പോയിട്ട് പറയാറുണ്ട്, എന്നിട്ടാണ് നമ്മൾ തുടങ്ങാറ്. പിന്നെ ജോർജ് സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു, ഞാനും ആ പ്രൊഡ്യൂസറും കൂടിയിട്ടാണ് പോയത്. അങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ പരിചയപ്പെട്ടത്. സന്തോഷ് ജോർജ് കുളങ്ങരയും ദൂരദർശനിൽ ഒരുപാട് റോയൽറ്റി പ്രോഗ്രാംസ് ചെയ്യാൻ വന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ സംസാരിച്ചാണ്. അധികം ഞങ്ങൾ പിന്നീട് കണ്ടിട്ടൊന്നുമില്ല, വല്ലപ്പോഴും 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ദൂരദർശനിലെ ആ MS രുക്മണി മാഡത്തിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ദൂരദർശനിൽ ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ടറായി വരുന്നത് അവരാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൻ്റെ പരിധി ഉണ്ടാവും.
അവരവിടെ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരാളെ കാണാൻ സാധിക്കാത്തൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ദൂരദർശനിൽ ഓരോ പ്രോഗ്രാംസ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്നതാണ് കേട്ടോ ചെയ്യാൻ പോണേ, എനിക്കൊരിക്കലും അത് ഭഗവാനായിട്ടോ ഈശ്വരനായിട്ടോ ഗുരുവായൂരപ്പനായിട്ടോ കണ്ടില്ല, ഞാനൊരു സഖാവായിട്ട് എൻ്റെ സുഹൃത്തായിട്ട് അങ്ങനെ ഞാൻ കണ്ടത്. അപ്പം അദ്ദേഹത്തോട് ഇന്ന കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴൊക്കെ അതിൽ നല്ല മേന്മ ഉണ്ടാവാറുണ്ട്. തിരക്ക് മുഖാന്തരം ഷൂട്ടിങ്ങൊക്കെ പെട്ടെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മളങ്ങനെ പോവാതിരിക്കുന്ന പ്രോഗ്രാംസുകളൊന്നും അത്രയും ഇങ്ങോട്ട് ടൈം റേറ്റിൽ ക്ലിക്കായിരുന്നില്ല. ഭഗവാനോട് വളരെ ഉഷാറായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള മിഴാവ് എന്നുള്ള പ്രോഗ്രാം വലിയ ലെവലിൽ പോയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എപ്പോഴും അവിടെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു, ഒരു 40 വയസ്സിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നമ്മളൊരിക്കൽ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോയപ്പോഴാണ് എൻ്റെ ചിന്തകൾക്കതീതമായിട്ട് എൻ്റെ മനസ്സിൽ ഭാഗവതം എന്ന് പറയുന്നൊരു വാക്ക് വന്നത്. സത്യത്തിൽ എനിക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ എപ്പോഴും കുറേ നേരം മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവിടേക്കാണ് അന്ന് ഇരിക്കാറുണ്ട്. അവിടെ ഇരുന്ന് ഞാനിത് എന്തായിരിക്കും സംഭവം എന്ന് ആലോചിച്ച് നോക്കണല്ലോ എന്ന് വെച്ച് വെറുതെയൊക്കെ നടന്നപ്പോൾ തെക്കേ നടയുടെ ഭാഗത്ത് വെറുതെ നടന്നതാണ്. അവിടെ ഒരു ഒരു ഹോസ്പിറ്റലുണ്ട് ഗുരുവായൂരിൻ്റെ തന്നെ, അതിൻ്റെ സൈഡിൽ കുഞ്ഞു വഴി. അപ്പോൾ വെറുതെ അതിൽ കിടന്നതാണ്. അവിടെയാണ് അഖില ഭാരത സത്രസമിതി എന്നുള്ള ഭാഗവത സത്രസമിതിയിലൊരു ബോർഡ് കണ്ടു. അപ്പോൾ അവിടെയുണ്ട് ഭാഗവതം. അപ്പോൾ അദ്ദേഹം അവിടെയുള്ളൊരു കടന്നു ചെന്നപ്പോൾ അവിടെയുള്ളത് വാച്ച്മാനാണ്. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു അയാൾക്ക് ഭാഗവതം ഒട്ടറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നമ്പർ തന്നു. അത് MK കുട്ടപ്പ മേനോൻ എന്ന് പറഞ്ഞ് മട്ടാഞ്ചേരിയിലുള്ള ഒരു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ സംഭവം ഭാഗവത സത്രസമിതിയാണെങ്കിലും നമുക്ക് ഭാഗവതം അധികം ആളുകൾക്ക് രുചിക്കില്ല. അതുകൊണ്ട് നിങ്ങളത് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളൊരു ക്രിസ്ത്യാനി, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ആൾക്കാർക്ക് രുചിക്കാത്തതുകൊണ്ട് ഇതൊക്കെ വേണ്ടാന്ന് വയ്ക്കുകയാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഞാൻ പല രീതിയിലും ആലോചിച്ചപ്പോഴും വേണ്ടാന്ന് വയ്ക്കുകയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രമിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുമല്ലോ. അങ്ങനെ പ്രയത്നിക്കുന്നിടത്തു നിന്നാണ് ഈ ഭാഗവതം എന്ന് പറയുന്നതിനെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ വെച്ച് സാറിൻ്റെ മനസ്സിൽ ഈ ഭാഗവതം പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ ഭാഗവതത്തെക്കുറിച്ച് ആ സമയത്ത് സാറിന് അധികമൊന്നും അറിയാത്ത ഒരു കാലഘട്ടം, പക്ഷേ ഈ ഒരു ഭാഗവതം അല്ലെങ്കിൽ ഭക്തിയൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു ആശയവും മനസ്സിലുണ്ട്. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭാഗവതത്തെ അറിയാനായിട്ട് അങ്ങ് സ്വീകരിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു? ഈ കുട്ടപ്പ മേനോനിൽ നിന്നാണ് ഈ ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഭാഗവതം അന്ന് ആ പുസ്തകം കണ്ടിട്ട് പോലുമില്ല, വായിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രുചിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കിതിൻ്റെ മാസ്റ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി വരുന്നു, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എവിടെയൊക്കെ സപ്താഹങ്ങളുണ്ടോ അവിടത്തെയൊക്കെ അഡ്രസ്സുകൾ എനിക്ക് തന്നിട്ട് ഞാൻ അവിടെ പോയി കേട്ടിരുന്നു. അവരെ ഞാൻ മോശമായിട്ട് പറയല്ല കേട്ടോ, എനിക്ക് തന്നെ ഒന്നും മനസ്സിലായില്ല. ഇത് മണിക്കൂർ കണക്കിന് ജനങ്ങൾ അതിൻ്റെ മുമ്പിലിരിക്കേണ്ടതാണ്, പക്ഷേ വളരെ ശുദ്ധിയോടുകൂടിയോ നല്ലൊരു പ്രത്യേക സ്ലാങ്ങിലാണ് എല്ലാവരും വായിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമായി. എന്നാലും നമ്മളിത് എങ്ങനെയെങ്കിലും, നമ്മളൊരു ക്രിയേറ്ററല്ലേ, അപ്പോൾ ഇത് ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്നുള്ള അന്വേഷണം അപ്പോഴും നടന്നിരുന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ കേച്ചേരിക്ക് അടുത്തൊരു വീട്ടിൽ നടക്കുന്നുണ്ട്, അവിടെ പോയി നോക്കാം. അങ്ങനെ ഒരുപാട് കേട്ടതിന് ശേഷമാണ് ഇവിടെ വന്നത്. ഇദ്ദേഹത്തെ കണ്ട വശം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആചാര്യനെ. അതെന്താ ഇഷ്ടം കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗന്ധർവൻ്റെ ഡിസൈൻ ചെയ്തത് പോലെ ഈ ഷോളൊക്കെ ഇട്ടിട്ടൊരാൾ, അങ്ങനത്തെ ഷോളാണ്, വല്ല പുതയ്ക്കുന്നില്ല, ഒരു നീളമുണ്ട്, കളറുണ്ട്, പിന്നെ വളരെ എന്താ പറയുക മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ അതിമനോഹരമായി നല്ല മധുരമായി ഒരു കഥ പറയാണ് ആൾ. അത് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, അവിടുന്ന് അങ്ങനെ പ്രഹ്ലാദൻ, നരസിംഹം വരെ. എനിക്കത് കേട്ടപ്പോൾ തോന്നി ഇതാണ് ശരിക്ക് എല്ലാവരും ആഗ്രഹിക്കുക. കാണുന്ന ഭക്തർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ പറഞ്ഞു തരുന്ന പോലെ, എൻ്റെ ഏട്ടൻ പറഞ്ഞു തരുന്ന പോലെ, എൻ്റെ അനുജൻ പറഞ്ഞു തരുന്ന പോലെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഉപദേശ രൂപത്തിൽ ഉള്ള നല്ല സത്സംഗമായിട്ട് എനിക്കത് തോന്നി. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് ഞാൻ വന്ന കാഴ്ചപ്പാടുകൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അദ്ദേഹത്തെ സെലക്ട് ചെയ്യരുത്, കാരണം വെച്ചാൽ അദ്ദേഹത്തിനെക്കാട്ടും നല്ല സീനിയേഴ്സ് ഉള്ളിടത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ
പ്രോഗ്രാം പരാജയത്തിലാവും. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല, അവർക്കൊരാവശ്യം വരുന്നൊരു കാലത്ത് നമ്മളത് വിട്ടുകൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അത് അതിമനോഹരമാവും. അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ അദ്ദേഹം സമ്മതിക്കുകയാണ്. ആ അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞ ആളാണ് സ്വാമി ഉദിത് ചൈതന്യ. അവിടെ നിന്നാണ് നമ്മൾ ആദ്യം ആരംഭിച്ചത് ജയ്ഹിന്ദ് ചാനലിലാണ്. അപ്പോൾ ആ ചാനൽ ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലായിടത്തും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന പല ആൾക്കാരും സെലിബ്രിറ്റികളുണ്ടായിരുന്നു. അവർ നമ്മളെ വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ചില സമയത്ത് മദ്രാസിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്താവും, ഇന്ത്യയിലകത്താവും, അവിടെയൊക്കെ കിട്ടുന്ന ഒരു ചാനലിലേക്കൊന്ന് മാറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഓൾറെഡി ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ അന്ന്. അങ്ങനെ ഞങ്ങൾ ഏഷ്യാനെറ്റിലൂടെ പറഞ്ഞ് അങ്ങനെ ഏഷ്യാനെറ്റിൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ഭാഗവതാമൃതം. അത് TDM ഹാളിൽ ഡെയിലി 2 മണിക്കൂർ എന്നുള്ള ക്രമത്തിൽ 108 ദിവസം ഒരേ വ്യക്തി തന്നെ 108 ദിവസം അവിടെ അവതരിപ്പിച്ചിരുന്നു. അത് ഒരു 5000 പ്രേക്ഷകരുണ്ട് അതിന്. വളരെ എലൈറ്റായിട്ടുള്ള ആളുകൾ. ഒരു 6 മണിക്ക് തുടങ്ങും. 5 മണിക്ക് വിഷ്ണു സഹസ്രനാമം, 6 മണിക്ക് ഭാഗവതം തുടങ്ങും, 8 മണിക്ക് മുമ്പ് അത് ക്ലോസ് ചെയ്യും. അതാണ് പിന്നീട് ഭാഗവതാമൃതം എന്നുള്ള പേരിൽ ഏഷ്യാനെറ്റിൽ വന്നത്. അത് വലിയ ഹിറ്റായിരുന്നു. ഈ ഭാഗവതാമൃതം നടക്കുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ അവിടെ പോകുമല്ലോ, അത് ഭഗവാനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഭാഗവതത്തിൻ്റെ ഫിലോസഫി, അതായത് 11ാം സ്കന്ധം, ഏകാദശം. അപ്പോൾ ദശമസ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ ജനനം, ഭഗവാന്റെ ഉദ്ധവർക്കുള്ള ഉപദേശമൊക്കെ വരുന്നത് ഈ 11ാമത്തെ സ്കന്ധം ഏകാദശത്തിലാണ്. അപ്പോൾ ആ ഫിലോസഫി ഒന്ന് ചെയ്യാൻ പറയാണ്. അങ്ങനെ ആ ഫിലോസഫി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടാണ്. ആര് പറയും എന്നൊക്കെ ഞാൻ നോക്കി, പക്ഷേ ഒന്നും ഇതുപോലെ തന്നെ ഒരു സെലക്റ്റീവായില്ല. അപ്പോൾ തൃശ്ശൂരിലൊരു ഭാഗവത തത്വസമീക്ഷാ സത്രം നടക്കുന്നുണ്ട് പാർലിക്കാട്. അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് ആ സ്വാമിയെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടണം, അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്, അല്ലെങ്കിൽ വളരെ എന്ത് കാര്യം ഒരു അച്ചടക്കത്തിൽ നടത്തുന്ന ആളാണ്. അപ്പോൾ അച്ചടക്കം എങ്ങനെയെന്നറിയാൻ, അതിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നിടത്തായാലും വേസ്റ്റുകൾ കൊണ്ടിടുന്നിടത്തിൽ അതിനുകൊണ്ടൊരു, അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ പാർലിക്കാട് ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ സത്രവേദിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോവാം, അല്ലെങ്കിൽ പാടവരമ്പിലൂടെ നടക്കാം. അപ്പോൾ അന്നൊരു അസ്തമയമൊക്കെ ഉള്ളൊരു നേരമായിരുന്നു. അപ്പോൾ എനിക്ക് ആ കാഴ്ച കണ്ട് നടക്കാനാണ് അപ്പോഴെനിക്ക് തോന്നിയത്. പക്ഷേ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ യുവത്വമുള്ള ഒരാളുടെ ശബ്ദത്തിൽ അതിമനോഹരമായിട്ട് ഭാഗവതം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഞാൻ ഈ പാടവരമ്പും അസ്തമയമൊക്കെ ഇട്ട് മാറ്റി എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് വിചാരിച്ചു. അവിടെ ചെല്ലുമ്പോൾ യുവാവൊക്കെ മാറി വയസ്സായിട്ടുള്ളൊരു സ്വാമിയാണ് പറയുന്നത്. അതാണ് ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ്. അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊന്നും എത്താൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ആശ്രമം എവിടെയാണെന്ന് വെച്ചിട്ട് പോയി കാണുമ്പോഴേക്കൊക്കെ 2 മാസമായി. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ പറയാൻ കഴിയാത്തതുകൊണ്ട് അത് നിർത്തി വയ്ക്കുകയാണ്. പിന്നീട് അദ്ദേഹം തന്നെ എന്നെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചത്, അദ്ദേഹം ഇപ്പോൾ നിഷേധിക്കുകയാണെങ്കിലും ഞാൻ പറയാം, അദ്ദേഹം എന്നോട് ചോദിച്ചത് ഭഗവാന്റെ അഡ്രസ്സ് അറിയുമോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കത്തയക്കാൻ എന്നോട് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന ആദ്യത്തെ ദിവസം ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു ഉറക്കം വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ. വന്നത് എൻ്റെ ആളാണ്, എന്തുകൊണ്ട് ഭൂമൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായത്രേ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഭഗവാനൊരു കത്തയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് സമ്മതിച്ചത്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതി തന്നു. അപ്പോൾ ഞാനത് വായിക്കാതെ തന്നെ പറഞ്ഞു, സ്വാമിജി ഇതെന്തോ ആവട്ടെ, ഇത് നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് മുക്തി സുധാകരം ഉണ്ടാവുന്നത്. ഇത് രണ്ടും ഏഷ്യാനെറ്റിൽ വലിയ പ്രോഗ്രാമാണ്. ഭാഗവതാമൃതം പൂർണ്ണമായും ഞാൻ തന്നെയാണ് ചെയ്തത്. മുക്തി സുധാകരത്തിന് ഇടയിൽ വന്ന് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുടെ സമയത്താണ് ഞാൻ സൂര്യ TV-യിൽ വേറൊരാൾക്കാർ തുടങ്ങി വെച്ച ഗുരുവായൂർ കേശവൻ എന്നുള്ള സീരിയൽ കുറച്ച് എപ്പിസോഡ്സ് എനിക്ക് ചെയ്യാനും പറ്റി. ഇതാണ് അവിടെ വരെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടെലിവിഷൻ എന്നുള്ള ആ ഒരു മാധ്യമത്തിൽ കൂടി ആത്മീയത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള അതൊരു പുതിയ തുടക്കം തന്നെ ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, ആളുകളത് ഏറ്റെടുക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആ ഒരു വഴിയിൽ സാറിന് നേരിടേണ്ടി വന്നത്? ഒരിക്കലും ഇത് ആളുകൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നേരത്തെ തന്ന അനുഭവങ്ങളൊക്കെ അങ്ങനെയല്ലേ. പക്ഷേ നമ്മൾ വിചാരിക്കാതെ പോലെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്.
ഒരു പക്ഷേ ജയ്ഹിന്ദ് ചാനലിൽ ഈ പ്രോഗ്രാം പോകുമ്പോൾ ചാനലിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടൊക്കെ പ്രക്ഷേപണത്തിൽ തടസ്സം നേരിടില്ലോ. അങ്ങനെ നേരിടുമ്പോൾ എനിക്ക് ചില ഫോൺ കോൾസ് വന്നിരുന്നു നേരിട്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അടിയിൽ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് വിളിച്ചത് ഏതോ ദേവാലയത്തിൽ നിന്നാണ്, ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നാണ്. എനിക്ക് അതൊന്നും ഏതാണെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ മാസിൻ്റെ ടൈം പോലും മാറ്റി വെച്ചിട്ട് ഞാനിത് കേൾക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റാഫി എന്നുള്ള പേര് അദ്ദേഹത്തിന് മനസ്സിലായി ക്രിസ്ത്യാനിയാന്നുള്ളത്. അതുകൊണ്ട് റാഫി ഒരു കാര്യം ചെയ്യുക, ടെക്നിക്കലായിട്ട് അതിൻ്റെ എന്താണ് കംപ്ലയിൻറ്റ് എന്നുണ്ടെങ്കിൽ തീർത്തിട്ട് ഒരിക്കലും മുടങ്ങി പോകാത്ത രീതിയിൽ വിടാൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഭാഗവതം എന്ന് പറയുന്നത് എല്ലാവർക്കും രുചിക്കുന്നതാണ്, എല്ലാവർക്കും രുചിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ധാരാളം ഭാഗവതം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു ജീവവായുവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആചാര്യന്മാരെ സാറിന് പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മള്ളിയൂർ തിരുമേനിയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സാറിന് അവരിൽ നിന്ന് എന്താണ് ലഭിച്ചത്? ജയ്ഹിന്ദ് ചാനലിൽ ഭാഗവതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മള്ളിയൂർ തിരുമേനി, ഇപ്പോൾ സമാധിയായിട്ടുള്ള മള്ളിയൂർ തിരുമേനി കുട്ടപ്പ മേനോനോട്, അഖില ഭാരത സത്രസമര കുട്ടപ്പ മേനോനോട് ചോദിച്ചു, ഇതാരാണ് ഇങ്ങനെ ഒരാൾ, എനിക്കൊന്ന് കാണാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ കുട്ടപ്പ മേനോൻ എന്നോട് ചോദിച്ചു, ഒന്ന് മള്ളിയൂർ വരെ വരാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ കുട്ടപ്പ മേനോനും ഞാനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ മള്ളിയൂർ തിരുമേനി വളരെ അവശനായൊരവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് ആളെ കണ്ടപ്പോൾ തന്നെ ഒരു ഗുരുവായൂരപ്പനെ കണ്ട പോലെ തോന്നി. തലമുടിയിലൊക്കെ മഞ്ഞളാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പുരട്ടി ഒരു നല്ല വെളുത്ത് ഉരുണ്ട ശരീരമുള്ള. അപ്പോൾ അദ്ദേഹം എന്നെ ഇതാണ് റാഫി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈക്കിൽ കയറി പിടിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമൊന്നും സാമ്പത്തികമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാരണം വെച്ചാൽ നമ്മൾ ടെലികാസ്റ്റിംഗ് ഫീ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ പരസ്യങ്ങളൊന്നുമില്ല, റവന്യൂ ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ്, അതായത് ഭാഗവത മാഹാത്മ്യം തുടങ്ങി ദശമവും ഏകാദശവും ദ്വാദശവും ഒക്കെ കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ രാജാവാവും. അപ്പോൾ ഇത് മുറുക്കി പിടിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ എങ്ങനെയൊക്കെ എനിക്കത് മുറുക്കി പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം നമസ്കരിക്കുന്നത്. പിന്നെ തിരുനാമാചാര്യൻ എന്ന് പറയുന്ന നാരായണാലയത്തിലെ, എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഞ്ഞം നമ്പൂതിരി എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ ഗുരുവായൂർ അമ്പലം ഒരിക്കൽ അഗ്നിശുദ്ധി വരുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, തീപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം സിലോൺ റേഡിയോകളിലൂടെയൊക്കെ ഇതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം, ഈ അമ്പലം, അങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ കോടികൾ വന്നു അത്രേ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിൻ്റെ ഭരണസമിതിയിലേക്കൊന്ന് വരാനായിട്ട്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഭരണം വേണ്ട, ഭജന മതി എന്ന് പറഞ്ഞൊരു മഹാവ്യക്തിത്വം. അപ്പോൾ അവരെ നമ്മളുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതലൊരു കോമഡിയോടെ പറയേണ്ട കാര്യം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ പരിചയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി, റാഫി, ഞാൻ എൻ ഗോപാലകൃഷ്ണൻ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ റാഫിക്കൊരു പേരിടാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ അത് ആഗ്രഹിക്കാത്തൊരു കാലത്താണ് ആൾ എന്നോട് പറഞ്ഞത്. ബ്രിഡ്ജ് എന്നുള്ള പേരാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനൊരു പേര് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇതല്ലേ, ഞാൻ ആഗ്രഹിച്ചതുമല്ല, ഭാഗവത ഹംസം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പറഞ്ഞു. ഏയ് ഞാനിത് ഒരുപാട് ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട പേരാണ്, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാമെന്നുകൊണ്ട് പറഞ്ഞു. അപ്പുറത്ത് ഒരു 4000 കിലോമീറ്റർ റോഡുണ്ട്, ഇപ്പുറത്തൊരു 10,000 കിലോമീറ്റർ റോഡുണ്ട്, നടുക്കിലൊരു പുഴയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ 2 റോഡിനെ കൊണ്ട് എന്ത് കാര്യം? അവിടെ നമ്മളൊരു ബ്രിഡ്ജ് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴെന്താണ്, 2 റൂട്ടിലേക്കും, ഈ 10,000 കിലോമീറ്റർ റൂട്ടിലേക്കൊക്കെ അനായാസം നമുക്ക് ഓടിയിട്ട് നടക്കാം. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഒരു കഴിവുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഭക്തനെയും ഭാഗവതത്തെയും ഒന്നിപ്പിച്ച ഒരു ബ്രിഡ്ജാണ് റാഫി. അപ്പോൾ അതുകൊണ്ട് റാഫി ഒരു കാര്യം ചിന്തിക്കണം, എന്തെങ്കിലും യുദ്ധം വരുമ്പോൾ ആദ്യം തകർക്കുക ഈ ബ്രിഡ്ജിനെയാണ്. അപ്പോൾ തകർക്കപ്പെടാതെ നോക്കിക്കൊണ്ടു പോകണം, അത് റാഫിയുടെ ദൗത്യമാണ് എന്ന് എന്നോട് പറഞ്ഞ ഗോപാലകൃഷ്ണൻ സാറ് ഇന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരും ഇല്ല, അദ്ദേഹം, അവരൊക്കെ ഞാൻ നമസ്കരിക്കുകയാണ്. എൻ്റെ ഒരു ഈ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ച് എന്നോട് വളരെ കാര്യമായി പെരുമാറിയ ആളുകൾ അവരൊക്കെയാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ ഈ നിമിഷം ഓർക്കാണ്.
അവരൊക്കെ ഇത് ഇപ്പം വിഷ്ണുപാദങ്ങളിലിരുന്ന് കേൾക്കുന്നുണ്ടാവും. ഹരേ കൃഷ്ണ.